നമസ്കാരം, ഞാൻ അഖിൽ. ASCC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യുകയാണ്. സമാന്തര ശ്രേണിയുടെ തുടർച്ചയാണ്. മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അതിനകത്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കുക, തുടർച്ചയായിട്ട് കണ്ടുവരിക. എല്ലാ PSC പരീക്ഷകളിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സമാന്തര ശ്രേണി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചാൽ നിങ്ങൾക്ക് മിനിമം 1 മാർക്ക് കിട്ടും ഒരു പരീക്ഷയിൽ. ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളൊക്കെ പരീക്ഷയിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 100-നും 500-നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം. 100-നും 500-നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഇത് നമ്മൾ മുമ്പൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, എളുപ്പവഴി മാത്രമാണ്. ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം കേട്ടോ, നിങ്ങളൊന്ന് കയറി കാണുക. ഇതിൻ്റെ എളുപ്പവഴിയാണ്. ഈ ക്ലാസ്സിൽ അത് പറയുന്നുണ്ട്, എന്നാൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ യഥാർത്ഥ വഴിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും യഥാർത്ഥ വഴി പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും, നിങ്ങൾക്ക് എപ്പോഴും അത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ജോലി ആ 100-നും 500-നും ഇടയിലുള്ള 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ലിസ്റ്റ് തയ്യാറാക്കി എണ്ണിയെടുക്കാനൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, 7ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100-നും 500-നും ഇടയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 100-നെ ഇങ്ങോട്ട് എഴുതാം. 100-നെ 7 കൊണ്ടൊന്ന് ഹരിക്കുക. അപ്പോൾ 100-നെ 7 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഹരിക്കൂ. 0, 3, 4, 7, 28, 2 ശിഷ്ടം. അപ്പം 100 ഒരു 7ൻ്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം ശിഷ്ടം 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ കിട്ടിയേക്കുന്ന 2 ഈ 100-ൽ നിന്ന് കളഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 7ൻ്റെ ഗുണിതം കിട്ടും. അതായത് 100 ഒരിക്കലും 7ൻ്റെ ഗുണിതം അല്ല, കാര്യം 2 ശിഷ്ടമാണ്, അധികം നിൽക്കുന്ന സാധനമാണ്. അതെടുത്ത് കളഞ്ഞാൽ 100-നകത്തുനിന്ന് ആ 2നെ എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 7ൻ്റെ ഗുണിതം കിട്ടും. മീൻസ് 98 ഒരു 7ൻ്റെ ഗുണിതമാണ്. പക്ഷേ 98 നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. കാര്യം എന്ത്? 100-നും 500-നും ഇടയിലുള്ള 7ൻ്റെ ഗുണിതങ്ങളാണ് വേണ്ടുന്നത്. 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെന്ന് പറഞ്ഞാൽ 7ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ പിന്നെ നിങ്ങൾ അടുത്തത് 98 കഴിഞ്ഞിട്ടുള്ള 7ൻ്റെ ഗുണിതം നോക്കിയാൽ മതി. എല്ലാ 7ൻ്റെ ഗുണിതങ്ങളും 7 കൂടിക്കൊണ്ടിരിക്കും. മീൻസ് 7, 14, 21, 28 ഇതെല്ലാം 7 കൂടിക്കൊണ്ടിരിക്കുന്ന 7ൻ്റെ ഗുണിതങ്ങളാണ്. 5ൻ്റെ ഗുണിതങ്ങളെല്ലാം 5 കൂടും. 5, 10, 15, 20. ഓക്കെ, 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 10 കൂടും. 8ൻ്റെ ഗുണിതങ്ങളെല്ലാം 8 കൂടും. 7ൻ്റെ ഗുണിതങ്ങളെല്ലാം 7 കൂടും. അപ്പോൾ 98 ഒരു 7ൻ്റെ ഗുണിതമാണെങ്കിൽ അടുത്ത 7ൻ്റെ ഗുണിതം കണ്ടെത്താൻ നിങ്ങൾ 98-നോടൊപ്പം ഒരു 7 കൂട്ടിയാൽ മതി, 105. അപ്പോൾ ആദ്യത്തെ 7ൻ്റെ ഗുണിതം കിട്ടി, 105. ഇനി അടുത്ത 7ൻ്റെ ഗുണിതം വീണ്ടും ഒന്നുകൂടെ കൂട്ടിയാൽ മതി, 7 കൂടെ കൂട്ടിയാൽ മതി, 112. വീണ്ടും 7 കൂടെ കൂട്ടി അടുത്തൊരു 7ൻ്റെ ഗുണിതം കിട്ടും, 119, 126. ഇതെല്ലാം 7ൻ്റെ ഗുണിതങ്ങളാണ്. ഇങ്ങനെ പോയി ലാസ്റ്റ് 7ൻ്റെ ഗുണിതവും കൂടെ വേണം. അതായത് 100-നും 500-നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം 7ൻ്റെ ഗുണിതവും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 500-നെയും കൂടെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 500-നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നു. 7, 7, 49, 1, 0, 1, 7, 3 ശിഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 500 7ൻ്റെ ഒരു ഗുണിതമാണോ? അല്ല. ശിഷ്ടം 0 വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുണിതമായി ഇത് മാറുന്നത്. പക്ഷേ അല്ല, 3 ശിഷ്ടം. ശിഷ്ടം അധികം നിൽക്കുന്നത് എടുത്തു കള. അതായത് 500-നകത്തുനിന്ന് 3-നെ എടുത്തു കള. 500-നകത്തുനിന്ന് 3 എടുത്തു കളഞ്ഞാൽ എത്ര? 497. ഉറപ്പായിട്ടും 7ൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, ഈ 497 7ൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സംഖ്യയും കിട്ടി, 497. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, 100-നും 500-നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ 105, 112, 119, 126 ഇങ്ങനെ പോയി 497 വരെ എത്ര പദങ്ങളുണ്ട് എന്ന് നോക്കിയാൽ പോരെ ഇനി. ഓക്കെ, അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പദങ്ങളുടെ എണ്ണം എൻ കണ്ടെത്താൻ അവസാന പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവസാന പദം മൈനസ് ആദ്യ പദം, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. ഇതാ റിസൾട്ട്. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവസാന പദം എന്ന് പറഞ്ഞാൽ 497 മൈനസ് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 105 ബൈ പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ എത്ര വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുന്നത്? 7 വെച്ചല്ലേ. ഇപ്പോൾ 7 + 1. അപ്പോൾ 497-ൽ നിന്ന് 105 പോട്ടെ, 7-ൽ നിന്ന് 5 എത്ര? 2. 9-ൽ നിന്ന് 0 പോയ എത്ര? 9.
4 1 പോയ എത്ര 3 ബൈ 7 + 1. ഇനി 392നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 7 5 35, 4 2, 7 6 42, 0 56 + 1 57 ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു കാര്യം വെറുതെ പറഞ്ഞോട്ടെ, 100 കഴിഞ്ഞിട്ടുള്ള ഒരു 7ൻ്റെ ഗുണിതമാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ 100നെ 7 കൊണ്ട് ഭാഗിച്ചിട്ടേ ഇവ തമ്മിലുള്ള വ്യത്യാസം കൂട്ടിയാലും മതി കേട്ടോ. അതായത് 7ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 5 അല്ലേ, 5 ഇവിടെ കൂട്ടിയാലും മതി, 105. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്കൊരു ഓർഡറാണ്, ഒരു സംഭവം നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വഴി. ഇതിനൊരു എളുപ്പവഴിയും കൂടെ ഉണ്ട്, ജസ്റ്റ് കേട്ടോ. എളുപ്പവഴി വെറുതെ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആ വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് പറയുന്നുണ്ട് കേട്ടോ, കംപ്ലീറ്റ് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ എളുപ്പവഴി അടങ്ങുന്ന വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. കൂടുതൽ ഈ ക്ലാസ് യഥാർത്ഥ വഴിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 100നും 500നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളുടെ ആദ്യം ചിന്തിക്കേണ്ടത് എവിടം തൊട്ട് എവിടം വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളാണ് വേണ്ടുന്നതെന്ന് നോക്കണം. അതായത് 100നും 500നും ഇടയിലാണെന്ന് പറഞ്ഞാൽ ഈ 100 500 എന്തായാലും ഇല്ല, കാരണം ഇവർക്ക് ഇടയിലാണല്ലോ, ഇവർ രണ്ടുപേരും എന്തായാലും ഇല്ല. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന 101 തൊട്ടാണ്. 101 തൊട്ട് 499 വരെ, ശരിയല്ലേ? 101 തൊട്ട് 499 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ ലിസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 101 തൊട്ട് 499 വരെ. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സംഖ്യയെ നിങ്ങൾ 499നെ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 7 7 49, 9 1 7 2 ശിഷ്ടം. എന്നിട്ട് എവിടം തൊട്ട് എവിടം വരെ നിങ്ങളൊരു കാര്യം അന്വേഷിച്ച് വെച്ചേ, അതിൽ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചും ഹരിക്കുക. അതായത് 100നെ 7 കൊണ്ട് ഹരിക്കുക. 1 7 3 0, 4 7 28 2 ശിഷ്ടം. എന്നിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 71ൽ നിന്ന് 14 കുറയ്ക്കുക. 7 4 11, 6 1 എത്ര 5, 57 ഉത്തരം. ഇത്രയേ ഉള്ളൂ. പക്ഷേ എവിടം തൊട്ട് എവിടം വരെയുള്ള 7ൻ്റെ ഗുണിതമാണെന്ന് വ്യക്തമായി ചോദിച്ചതിന് ശേഷം ആ കിട്ടുന്ന ഉത്തരം എവിടെ മുതൽ 101 തൊട്ടുള്ള ഗുണിതങ്ങളാണ് വേണ്ടുന്നത്. കാര്യം 100നും 500നും ഇടയിലെന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം എന്തായാലും ഇല്ല. അപ്പോൾ പിന്നെ അടുത്തത് തൊട്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സംഖ്യ വരെയുള്ള 7ൻ്റെ ഗുണിതം നമുക്ക് ആവശ്യം. അപ്പോൾ അതങ്ങോട്ട് കിട്ടിയതിന് ശേഷം രണ്ടാമത്തേന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തിൽ നിന്നൊന്ന് കുറച്ചും ഡിവൈഡ് ചെയ്യുക. മണ്ടയിലുള്ള സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ, കാര്യം കൂടെ അതുകൂടെ ഒന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ സൂപ്പറായിട്ട് മനസ്സിലായാൽ പിന്നെ ഇങ്ങനെ നടന്ന് ചെയ്യണമെന്നില്ല, ഇത് ചെയ്താൽ മതി. ഇത് മനസ്സിലായാൽ ഇത് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എവിടം തൊട്ട് എവിടം വരെയാ 101 തൊട്ട് 499 വരെ ഉള്ള 7ൻ്റെ ഗുണിതങ്ങളാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ആദ്യം 499നെ 7 കൊണ്ട് ഹരിച്ച്, അപ്പോൾ നിങ്ങൾക്ക് 71 കിട്ടി. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? 499 വരെ 7ന് 71 ഗുണിതങ്ങളുണ്ടെന്ന്. അതായത് നിങ്ങൾ 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് 8 അല്ലേ കിട്ടുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ 25 വരെ 3ന് 8 ഗുണിതങ്ങളുണ്ടെന്നാണ്. 25 വരെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ 8 എണ്ണം കാണും. നിങ്ങൾ നോക്കിയോ, 3 6 9 12 15 18 21 24 1 2 3 4 5 6 7 8 8 കാണും. അപ്പം 499നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 71 കിട്ടിയെങ്കിൽ അതിനർത്ഥം 499 വരെ 71 ഗുണിതങ്ങളുണ്ട്. ആ 71 ഗുണിതങ്ങൾ നമുക്ക് ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 101 തൊട്ടുള്ളത് മതി. അപ്പോൾ 100 വരെയുള്ള 7ൻ്റെ ഗുണിതം ആവശ്യമില്ല. അപ്പോൾ അതിനാണ് നമ്മൾ 100നെ 7 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ 100നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 14 കിട്ടിയെങ്കിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, 100 വരെ 7ന് 14 ഗുണിതങ്ങളുണ്ടെന്നാണ്. അപ്പം 499 വരെയുള്ള 7ൻ്റെ ഗുണിതമായ 71 എണ്ണത്തിൽ നിന്ന് 101 തൊട്ട് മതി നമുക്ക്, 100 വരെയുള്ളത് വേണ്ട. അപ്പോൾ 100 വരെ 14 എണ്ണോ, അത് കളയപ്പം ബാക്കി 87 എണ്ണം കിട്ടും. മനസ്സിലായ വായി ഇല്ലേ കള, ഇത് ഫോളോ ചെയ്യും. എന്തായാലും ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതുമാത്രം അന്വേഷിക്കുക. 300നും 1200നും ഇടയിൽ എത്ര 9ൻ്റെ ഗുണിതങ്ങളുണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് 300നെ നമുക്ക് 9 കൊണ്ടൊന്ന് ഹരിക്കാം. 9 3 27 3 0, 9 3 27 3 ശിഷ്ടം. ഇനി നിങ്ങൾ പറ 300 9ൻ്റെ ഒരു ഗുണിതമാണോ? അല്ല.
അപ്പോൾ പിന്നെ ഈ 3 ശിഷ്ടം വന്നതുകൊണ്ട് അത് ഗുണിതമല്ലാത്ത, അത് പോയാൽ ഗുണിതമാണ്. അപ്പോൾ 300-നകത്തുനിന്ന് നമ്മൾ 3 എടുത്ത് കളയുന്നു. അപ്പോൾ നമുക്ക് 297 കിട്ടും. ആ 297 ഒരു 9ൻ്റെ ഗുണിതമായിരിക്കും. 9ൻ്റെ ഗുണിതത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഇതെല്ലാം കൂടെ കൂട്ടപ്പോൾ ഒരു 9ൻ്റെ മൾട്ടിപ്പിൾ കിട്ടിയാൽ മതി. അപ്പോൾ 300 കഴിഞ്ഞ് വരുന്ന ആഡ് ചെയ്യപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആവുന്ന സംഖ്യ നോക്കി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ആവുന്നേ ഉള്ളൂ. 306 നോക്ക്, 306 നിങ്ങൾ ആലോചിച്ച് നോക്ക്. 3ഉം അതിൻ്റെ ഡിജിറ്റെല്ലാം കൂടെ കൂട്ടപ്പോൾ 9 കിട്ടും. 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? പറഞ്ഞതേ ഉള്ളൂ. തുടരാം. അപ്പോൾ 297 യഥാർത്ഥത്തിൽ ഒരു 9ൻ്റെ ഗുണിതമാണ്. കാരണം ഈ ശിഷ്ടം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഉറപ്പായിട്ട് 9ൻ്റെ ഗുണിതമായിരിക്കും. പക്ഷേ അത് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് എടുക്കണം. 297-നോടൊപ്പം ജസ്റ്റ് ഒരു 9 കൂട്ടിയാൽ മതി. കാരണം 9ൻ്റെ ഗുണിതമല്ലേ 9 കൂടിയല്ലേ നിൽക്കും. അപ്പോൾ ഇതൊരു 9ൻ്റെ ഗുണിതമാണെങ്കിൽ അടുത്ത 9ൻ്റെ ഗുണിതം കണ്ടെത്താൻ ജസ്റ്റ് ഒരു 9 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 306 കിട്ടും. ആദ്യ സംഖ്യ 306. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 300-നും 1200-നും ഇടയിലുള്ള ലിസ്റ്റിൽ ആദ്യത്തത് 306 ആണ്. പിന്നെ 9 കൂട്ടിയാൽ മതി, 315. വീണ്ടും 9 കൂട്ടിയാൽ മതി, 324. അങ്ങനെ പോയി അവസാനത്തതൂടെ കണ്ടുപിടിക്കണം. മീൻസ് 1200-ന് തൊട്ട് മുമ്പ് ഇരിക്കുന്നത്. 1200 ഒരു 9ൻ്റെ ഗുണിതമാണെങ്കിൽ പോലും എടുക്കാൻ പറ്റത്തില്ല. കാര്യം 1200-നും 300-നും ഇടയിലുള്ളതാണ്. അപ്പോൾ ഇടയിലെന്ന് പറയുമ്പോൾ ഈ സാധനം ഇല്ല. അപ്പോൾ അതൊരു 9ൻ്റെ ഗുണിതമാണെങ്കിൽ പോലും എടുക്കാൻ പറ്റത്തില്ല. അത് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ 1200-നെ നമുക്കൊന്ന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പറ്റുമെങ്കിൽ അത് എടുക്കാക്കത്തില്ല. അതിൻ്റെ ബാക്കിലുള്ള 9ൻ്റെ ഗുണിതം അങ്ങ് എടുത്തോണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 9 കുറച്ചാൽ മതി. അപ്പോൾ നോക്കാൻ പറ്റൂല്ലയൊന്നും. 9 9 10 11 12 3 0 9 3 27 3 0 9 3 27 3. പറ്റത്തില്ലല്ലോ. 3 റിമൈൻഡർ വന്ന് ഈ 3 ഇതിനകത്തുനിന്ന് എടുത്ത് കളഞ്ഞാൽ പറ്റത്തില്ലേ? പറ്റും. അപ്പോൾ 1200-നകത്തുനിന്ന് 3-നെ എടുത്ത് കളയുന്നു. അപ്പോൾ എത്ര കിട്ടും? 1197 വരത്തില്ലേ? അപ്പോൾ അവസാന സംഖ്യ 1197. ഇത് എത്ര പദങ്ങളുണ്ടെന്ന് നോക്കിയാൽ പോരെ? ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? 9 വെച്ച് കൂടി പോകുന്ന സമാന്തര ശ്രേണി. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അവസാന പദം അന്വേഷിക്കുക 1197 മൈനസ് ആദ്യ പദം അന്വേഷിക്കുക 306 ബൈ പൊതുവ്യത്യാസം എത്ര നോക്ക് 9 + 1. 1197-ന്ന് 1197-ന്ന് 306 പോട്ടെ. 7 6 1 9 8 891 ബൈ 9 + 1. 891-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 89-നെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 9. 9 9 81 ബാക്കി 8 9. 99 + 1 ചെയ്യട്ടെ 100. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അപ്പോൾ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അപ്പോൾ മൂന്നക്ക സംഖ്യകൾ എവിടെ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് നോക്കണം. മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത് 100 തൊട്ടാണ്. ശരിയല്ലേ? അങ്ങനെ 100 തൊട്ട് പോയി 999 വരെയാണ് മൂന്നക്ക സംഖ്യകളുടെ മൊത്തം ലിസ്റ്റ്. അപ്പോൾ 100 തൊട്ട് 7ൻ്റെ ഗുണിതങ്ങൾ വരുന്ന സംഖ്യകളെ നമ്മൾ എടുക്കേണ്ടി വരും. 999 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ നമുക്ക് 100-നെ 7 ഉണ്ടെന്ന് ഹരിച്ച് നോക്കാം. നമ്മൾ നേരത്തെ ഹരിച്ചതാണ്. 1 7 3 0 4 7 28 2 ശിഷ്ടം. 2 ശിഷ്ടം വന്നതുകൊണ്ടാണ് 100 7ൻ്റെ ഗുണിതമായി തീരാത്തത്. അപ്പോൾ 100-നകത്ത് നമ്മൾ ആ 2-നെ എടുത്ത് കളഞ്ഞാൽ 98 7ൻ്റെ ഗുണിതമാവും. 98-നോടൊപ്പം ജസ്റ്റ് ഒരു 7 കൂടെ കൂട്ടിയാൽ 105 7ൻ്റെ ഗുണിതമായി തീരും. കാരണം 98 7ൻ്റെ ഗുണിതമാണ്. ഇനി 7 കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 7ൻ്റെ ഗുണിതം കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ഡിഫറൻസ് കൂട്ടിയാലും മതിയേ 105. അപ്പോൾ ആദ്യ സംഖ്യ 105. പിന്നെ വീണ്ടും 7 കൂട്ടിയാൽ മതി 112. പിന്നെ 119. ഇങ്ങനെ പോയി ലാസ്റ്റ് സംഖ്യയും കൂടെ കണ്ടെത്താം. ഇനി അവസാന സംഖ്യ കണ്ടെത്താനായി 999-നെ 7 കൊണ്ട് ഹരിക്കാം. ഓക്കെ, അവസാന സംഖ്യയും കൂടെ വേണമല്ലോ. ഓക്കെ, ഇവിടെ 999-നോട് അടുത്തിരിക്കുന്ന 7ൻ്റെ ഗുണിതം വേണമല്ലോ നമുക്ക്. അപ്പോൾ 1 7 2 9 7 4 28 1 9 2 7 14 5 റിമൈൻഡർ. അപ്പോൾ 999 7ൻ്റെ ഗുണിതം മൾട്ടിപ്പിൾ അല്ല. കാരണം ഇവിടെ 5 ശിഷ്ടം വന്ന് ഈ 5 എടുത്ത് ഇവിടുന്ന് കളഞ്ഞാൽ മതി. 999-ന്ന് 5-നെ എടുത്ത് കളയുന്നു. അപ്പോൾ 994 എന്ന് കിട്ടുന്നു. അപ്പോൾ അവസാന സംഖ്യ 994. ഇനി എന്തെങ്കിലും പാടട്ടോ. ഇനി പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരെ. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1.
അവസാന പദം എന്ന് പറഞ്ഞാൽ 994 മൈനസ് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 105. പൊതു വ്യത്യാസം എത്ര? 7 വെച്ച് കൂടുന്നു. 7 + 1. അപ്പോൾ 994 നിന്ന് 105 പോന്ന് 9 5 14 8. ആ 8 നിന്ന് പോയ 7. ശരിയല്ലേ? അല്ലല്ല 9 നിന്ന് പോയ 8. 889. അപ്പോൾ മണ്ടത്തരം പറ്റിപ്പോയനെ. 4 സാരമില്ല. കറക്റ്റ് തന്നെയല്ലേ ഇതൊക്കെ? 9 5 14 ഇഷ്ടമൊന്ന് 8 1 9 8 1 9. ഓക്കെ. അങ്ങനെ 889/7 + 1. ഇനി 889നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 1 7 1 8 2 7 14 4 9 7 7 49 0. ഓക്കെ. അപ്പോൾ 127 എന്ന് കിട്ടുന്നു +1. ഫൈനൽ ഉത്തരം 128. അപ്പോൾ നമ്മുടെ ആൻസർ 128 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന മൂന്നക്ക സംഖ്യകളുടെ എണ്ണം. അപ്പോൾ മൂന്നക്ക സംഖ്യ എവിടെ നിന്ന് പോകുന്നത് നമുക്കറിയാം. 100 തൊട്ടാണ്, അവസാനിക്കുന്നത് 999 വരെയാണ്. ഓക്കെ. അപ്പോൾ 100നെ എന്തായാലും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, നമുക്കറിയാം. 4 ഹരിച്ച് കാണിച്ചു തരാം. 4 2 8 2 0 I 4 20 0. അപ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100 തന്നെയാണ്. അടുത്തതോ 104, അടുത്തതോ 108. ഇങ്ങനെ പോകും. ഇനി അവസാനത്തതും കൂടെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 999നെ 4 കൊണ്ട് ഹരിക്കുകയാണ്. ഇപ്പോൾ 2 4 8 1 9 4 4 16 3 9 9 36 3 റിമൈൻഡർ. അപ്പോൾ ഇതെടുത്ത് ഇവിടെ നിന്ന് കളഞ്ഞാൽ പോരെ. 999 നിന്ന് 3നെ എടുത്ത് കളയുന്നു 996. അപ്പോൾ അവസാന സംഖ്യ കിട്ടുന്നു 996. ഇനി നമുക്ക് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an - a / പൊതു വ്യത്യാസം +1. an എന്ന് പറഞ്ഞാൽ 996, a എന്ന് പറഞ്ഞാൽ ആദ്യ പദം 100 പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 + 1. 996 നിന്ന് 100 പോയാൽ 896 എന്ന് കിട്ടുന്നു 4 + 1. നമ്മൾ 896നെ ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 4 8 9 2 4 8 1 6 4 16. അങ്ങനെ 224 + 1 225 എന്ന ഉത്തരം കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, എന്നിട്ട് അവസാനിപ്പിക്കും. ഓക്കെ. ചോദ്യം ഇതാണ്, 11 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നാലക്ക സംഖ്യകളുടെ എണ്ണം എത്ര? 11 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നാലക്ക സംഖ്യകളുടെ എണ്ണം. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്തേക്കാം.